ഓം അമൃതേശ്വരജയ നമഃ. സ്വാമി ശങ്കരാമൃതാനന്ദപുരി, പ്രിൻസിപ്പൽ, അമൃത സ്കൂൾ ഓഫ് ആയുർവേദ. ശ്രീലളിതാ സഹസ്രനാമത്തിൽ 995 നാമമാണ് സർവ അനുല്ലംഘ്യശാസന എന്നുള്ളത്. ഇതിനു മുമ്പേത്തെ നാമം ആബാലഗോപവിദിത എന്നുള്ളതാണ്. ഇടയന്മാർ മുതൽക്ക് ചെറിയ കുട്ടികൾ മുതൽക്ക് എല്ലാവരും അമ്മയെ മനസ്സിലാക്കുന്നു, എല്ലാവരും ദേവിയെ ഉപാസിക്കുന്നു, അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ എല്ലാവർക്കും സരളയാണ് ദേവി, സുലഭാഗതിയാണ് എന്നുണ്ടെങ്കിൽ ഒരു അവജ്ഞ ഉണ്ടാവില്ലേ, അതിപരിചയം. കൂടുതൽ ഇടപഴകി കഴിഞ്ഞാൽ അവരോട് നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ടാകും. ഗോപന്മാരൊക്കെ ശ്രീകൃഷ്ണൻ്റെ കൂടെ കളിച്ചു, അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു, ഇവരുടെ എച്ചിൽ ഭഗവാന് കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അവർക്ക് അതിപരിചയം, വളരെ ഭഗവാൻ മൈത്രീഭാവമായതുകൊണ്ട് നാമദേവൻ മുതലായ ഭക്തരും അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാം. നാമദേവന് ഭഗവാനോട് അടുപ്പമുണ്ട്, പക്ഷെ തത്വത്തിൽ ഭഗവാനെ അറിഞ്ഞില്ല. അങ്ങനെ നീ ഗുരുവില്ലാത്തത് കൊണ്ടാണ് നീ എന്നെ ശരിക്കും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഗുരുവിൻ്റെ അടുത്ത് പണ്ഡരീനാഥൻ പറഞ്ഞു വിടുന്നതായിട്ടാണ് നാമദേവ ചരിത്രത്തിൽ പറയുന്നത്. അതുപോലെ അതിപരിചയം കൊണ്ട് അവജ്ഞാഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറ്റില്ല അത്രേ. എന്നുവെച്ചാൽ സർവ്വ അനുല്ലംഘ്യ ശാസന, ദേവി ഒന്ന് കൽപ്പിച്ചാൽ അത് നടത്തണം. അതിന് വേറൊരു പോംവഴിയൊന്നുമില്ല, മറ്റൊരു മാർഗങ്ങളൊന്നുമില്ല. അതിനെ സൗന്ദര്യലഹരിയിൽ ക്ഷണചലിതയോഹോ ഭ്രൂലതികയോഹോ ദേവി ഈ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന പഞ്ചകൃത്യപരായണയാണ് ദേവി. ആ പഞ്ചകൃത്യങ്ങളും നടക്കണമെന്നൊക്കെ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റൊന്നും കൊടുക്കാറില്ല. ഒന്ന് കണ്ണുകൊണ്ട് നോക്കി, കടക്കണ്ണുകൊണ്ട് ഒന്ന് നോക്കിയാൽ മതി. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഈശ്വരൻ, സദാശിവൻ എന്നൊക്കെ അതിനെ അവർ അനുസരിച്ചുകൊള്ളും എന്നാണ് അതിൽ പറയുന്നത്. ജഗത് സൂതേധാത ഹരിരവതി രുദ്രക്ഷപയത്തെ തിരസ്കുർവന്നേതത് സ്വമപി വപുരീശസ്ഥിരയതി സദാപൂർവസർവം തദിദം അനുഗൃഹാതി ച ശിവ തവാജ്ഞാം ആലംബ്യ ക്ഷണചലിതയോഹോ ഭ്രൂലതികയോഹോ. നീ ഒരു ക്ഷണം നിൻ്റെ ഭ്രൂലതിക, നിൻ്റെ പുരികങ്ങളെ ചലിപ്പിച്ചു. അതിൻ്റെ ആജ്ഞ കൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ ഇവരൊക്കെ സൃഷ്ടിസ്ഥിതി തിരോധാനാദി കർമ്മങ്ങളെ ചെയ്യുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെ ദേവിയുടെ ആജ്ഞ, അതിനെ അനുസരിച്ചേ പറ്റുള്ളൂ. ദേവി കൽപ്പിച്ചു, അത് നമ്മൾ ചെയ്യുക തന്നെ വഴിയുള്ളൂ, അത് നടന്നിരിക്കും. അങ്ങനെ മഹാസങ്കല്പം ഉള്ളതാണ് ദേവി എന്നാണ് സർവ അനുല്ലംഘ്യ ശാസന എന്നുള്ളതിൻ്റെ അർത്ഥം. 996 നാമമാണ് ശ്രീചക്ര രാജനിലയ എന്നുള്ളത്. ദേവി ശ്രീചക്രം എന്നുള്ള ചക്രത്തിലാണ് വാസം. എല്ലാവരും അതിൻ്റെ ചുറ്റിലാണ് താമസിക്കുന്നത്. ഓരോരുത്തരും ഓരോ പ്രകാരം നവ ആവരണ ചക്രം എന്നാണ് അതിനെ പറയുന്നത്. അതിന് വലിയ വലിയ പേരുകളാണ്. ശ്രീചക്ര രാജം, ചക്രങ്ങളിൽ വെച്ച് രാജാവാണ്. ചക്രരാജം, ശ്രീചക്രരാജം, നവാവരണ ചക്രം എന്നൊക്കെ അതിന് പര്യായ പദങ്ങൾ. അതിനെപ്പറ്റി ബിന്ദുതർപ്പണ സന്തുഷ്ട എന്നുള്ള നാമത്തിൽ വളരെ വിശദമായി വർണ്ണിച്ചു. ആദ്യം ലോഹങ്ങളെ കൊണ്ടുള്ള ആവരണം, അതിൻ്റെ ഉള്ളിൽ ഷോഡശദളം, അഷ്ടദളം, 14 ത്രികോണം, 10 ത്രികോണം, അതിൻ്റെ ഉള്ളിൽ വേറെ 10 ത്രികോണം, അതിൻ്റെ ഉള്ളിൽ അഷ്ടദളം, അതിൻ്റെ ഉള്ളിൽ ഒരു ത്രികോണം, അതിൻ്റെ ഉള്ളിൽ ബിന്ദു. അതിലാണ് ദേവിയുടെ വാസസ്ഥാനം. നവാവരണ ചക്രം എന്നതിനെ പറയും. ശ്രീചക്രവും ദേവിയും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. ദേവിയും ശിവനും അഭിന്നമാണ്. ഈ ചക്രങ്ങളിൽ ശിവാത്മകമായ ചക്രങ്ങളുണ്ട്, ദേവ്യാത്മകമായ ചക്രങ്ങളുണ്ട്. താഴോട്ട് നിൽക്കുന്ന 5 ചക്രങ്ങൾ, ത്രികോണങ്ങൾ, അത് ദേവ്യാത്മകമാണ്. മുകളിലേക്ക് കൂർത്തിരിക്കുന്ന ത്രികോണങ്ങളൊക്കെ ശിവാത്മകമാണ്. ഇങ്ങനെ ഒന്നും അഭിന്നം, അവിനാഭാവ സംബന്ധം, രണ്ടും വേർപിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നിച്ചിരിക്കുന്നു. അങ്ങനെ ദേവിയും ശിവനും അവിനാഭാവ സംബന്ധത്തിലാണ്.
അതിനെ ഈ ചക്രങ്ങൾ ഒന്നിനെ ഒന്ന് അതിക്രമിച്ച് നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഈ അത്യത്ഭുതമായ ചക്രത്തിലാണ് ദേവിയുടെ വാസം, ശ്രീചക്രത്തിലാണ് ദേവിയുടെ വാസം. അതുകൊണ്ട് ദേവിയെ ചക്രേശ്വരി, ചക്രരാജനിലയ എന്നൊക്കെ വിളിക്കുന്നു. രാജരാജേശ്വരി എന്ന് വിളിക്കുന്നതിനും കാരണം അതാണ്. ശാക്തന്മാർ നമ്മുടെ ശരീരത്തിലുള്ള ആധാരചക്രങ്ങളാണ് ശ്രീചക്രം എന്ന് പറയും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, അതിൽ ഉള്ള നിലാവ്, അതിലുള്ള ബിന്ദു, അതിലാണ് ബിന്ദുസ്ഥാനത്താണ് ദേവി വസിക്കുന്നത്. അങ്ങനെ മൂലാധാരത്തിലുള്ള ദേവിയെ ഉണർത്തി ബിന്ദുമധ്യത്തിലുള്ള ശിവനോട് ഐക്യം പ്രാപിക്കലാണ്, ഈ ശിവശക്തി ഐക്യമാണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ അവരുടെ അമൃതപ്രവാഹം സുധാസാരാഭിവർഷം കൊണ്ട് ശരീരത്തിലുള്ള സകല നാഡീ നരമ്പുകളും പുതിയ ജീവൻ പ്രാപിക്കുന്നു. അതിനുശേഷം അവരൊരിക്കലും പഴയതുപോലെയല്ല, അവർ ജീവൻ മുക്തരാണ്. അവരുടെ പ്രവൃത്തികളൊക്കെ പണ്ടത്തെ പോലെ കർമ്മബന്ധങ്ങളിൽ പെടുന്നില്ല. അവർ അതിൽ നിന്നും നിർലിപ്തരായിട്ട്, ജീവൻ മുക്തരായിട്ട്, മഹാത്മാക്കളായിട്ട്, ലോകാനുഗ്രഹകാരികളായിട്ട് ജീവിക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ പരമോന്നതമായ ലക്ഷ്യം എന്ന് അതിനെ പറയുന്നു. ഇതിനെ തന്നെ ഭഗവത്ഗീതയിൽ ഈ ശരീരമാണ് ക്ഷേത്രം, ഇതം ശരീരം കൗന്തെയ ക്ഷേത്രമിത്യഭിധീയതേ, അതിനെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. ആ ജീവാത്മാവിനെ അറിയുന്നവനാണ് ആളാണ് ക്ഷേത്രജ്ഞൻ. ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞേതി തദ്വിദ എന്ന് ഭഗവാൻ മറ്റൊരു ഭാഷയിൽ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനെ അറിയലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. അങ്ങനെ ദേവി ശ്രീചക്രരാജൻ നിലയാണ് എന്നാണ് 996 നാമം സൂചിപ്പിക്കുന്നത്.